ശരിക്കുള്ള ഹീറ്റിംഗ് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ KTM ബൈക്സോ അല്ലെങ്കിൽ അതുപോലുള്ള ഹൈ പെർഫോമൻസ് ബൈക്സ് ഓടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എഞ്ചിൻ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രശ്നം എന്നുള്ളത്. എന്നോട് ഒത്തിരി പേര് മെസ്സേജായിട്ട് ചോദിച്ചിട്ടുണ്ട്, ബ്രോ വണ്ടി എടുത്തതേ ഉള്ളൂ, പക്ഷേ കുറച്ച് ദൂരം ഓടിക്കുമ്പോൾ തന്നെ ഈ ടാങ്കിൻ്റെ പോർഷൻ ചൂടാവുന്നുണ്ട്, കാലിവിടെ വെക്കുമ്പോഴത്തേക്ക് ചൂടറിയുന്നുണ്ടെന്നൊക്കെ ഉള്ളത്. അങ്ങനെ സംശയമുള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ടോട്ടലി നോർമലാണ്. പുതിയ എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഓടിയ എഞ്ചിനേക്കാളും ഇച്ചിരി കൂടെ ഓവർ ഹീറ്റ് ആവാനുള്ള ടെൻഡൻസി കാണിക്കാറുണ്ട്. അത് പക്ഷേ ഫസ്റ്റ് സർവീസ് കഴിയുന്നതോട് കൂടിയിട്ട് അത് സെറ്റിലാവും. ലോങ് ഞാൻ ഓടി കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞുള്ള ടാങ്കിൻ്റെ ഈ ഒരു പോർഷനൊക്കെ ഹീറ്റ് ആവും. സാധനം മെറ്റൽ ആയതുകൊണ്ട് തന്നെ എഞ്ചിനിൽ നിന്നുള്ള ഹീറ്റ് ഇതിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് അതിങ്ങനെ ചൂടായിട്ട് തന്നെ നിൽക്കും. എന്നാൽ അത് നമുക്ക് അനോയിങ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ റൈഡിംഗ് ഗിയേഴ്സ് യൂസ് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അല്ലെങ്കിൽ കൂടി തന്നെ ഞാൻ ജീൻസ് ഉപയോഗിച്ച് ഓടിക്കുന്ന സമയത്ത് തന്നെ അതെനിക്ക് അങ്ങനെ വലിയൊരു സീനായിട്ട് തോന്നിയിട്ടില്ല. കാരണം അതിനും മാത്രം ചൂടാവുന്നില്ല. ടോട്ടലി നോർമൽ ആയിട്ടുള്ള ഒരു ഹീറ്റ് ഡെസിപ്പേഷൻ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ടാങ്ക് മെറ്റൽ ആയതുകൊണ്ടാണ് നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്യാനും സാധിക്കുന്നത്. അതൊരു ഡ്രോബാക്ക് ആയിട്ട് ആരും കാണേണ്ട ആവശ്യമില്ല. ഇതുപോലെയുള്ള ഒരു 225cc ബൈക്കിന് നിങ്ങൾ ആ ഒരു പ്രശ്നം സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഓവർ ഹീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു വിഷയവും ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല.